അപ്പോൾ ഗൈസ് വെൽക്കം ടു ബിഗ് ബോസ് ഫലിതങ്ങൾ പാർട്ട് 2. ഞാൻ പറയാം ബാക്കി ആർക്കൊന്നും കുഴപ്പമില്ലാത്തെന്ന്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്തുള്ളമാരാ. അയ്യോ, അത് കുറച്ച് കൂടി പോയി. ലക്ഷ്മി ആദില നൂറിനെ കുറിച്ച് ഇതുപോലെ പറഞ്ഞത് ഭയങ്കരമായിട്ട് വൈറലായി ഗൈസ്. അതിൽ ഒരുപാട് പേര് യോജിക്കുന്നുണ്ട്, ഒരുപാട് പേര് യോജിക്കുന്നില്ല. പലരും പറയുന്നു മഴവില്ല ആകാശത്ത് മതിയെന്ന്, പലരും പറയുന്നു അവർ മഴവില്ലല്ല മനുഷ്യരാണെന്ന്. പാട്ടവർ ഐഡിയോളജി ഒക്കെ ഡിഫറൻസ് ആണെങ്കിലും ഇത്രത്തോളം റൂഡായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. മറ്റൊരാൾ ജീവിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ ഒരു അവകാശമില്ല. ഇവിടെ നമുക്ക് ഈ ഭൂമിയിലുള്ള അതേ അവകാശം ബാക്കിയുള്ളവർക്കും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര 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 പ്രശ്നമായി. ഇതിൽ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു ലാലേട്ടൻ വന്നു ഗൈസ്. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? എന്താണ് ലക്ഷ്മി? ലാലേട്ടൻ ഫയറായി. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ. ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര വൈറലായിരുന്നു. എന്നാൽ ലക്ഷ്മി അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സംഭവം കാരണം ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല ഹേറ്റേഴ്സ് ഉണ്ടായി. ലക്ഷ്മി ഭയങ്കര റൂഡാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അപ്പ എന്താ തലവരെ ഒരുത്ത യാരുന്നാ LGBT കൂടെ അന്തകന രക്ഷകനായിട്ട് റിയാസ് രംഗപ്രവേശനം ചെയ്തു. Do you have a problem talking to me? No, I don't. The lipstick I'm wearing is called Walk of No Shame and I want you to know that. അണ്ണ മാസായി വന്നിട്ട് എന്തെങ്കിലും പഞ്ചായലോ അടിക്കുന്നു വിചാരിച്ചാ? I wear pink lipstick. No, I don't. The lipstick I'm wearing is called Walk of No Shame and I want you to know that. I don't care what you wear. Music. I don't care what you wear. റിയാസ് വരുന്നു, ട്രിഗർ ആകുന്നു. ഐ വിയർ റെഡ് ലിപ്സ്റ്റിക്, ഐ വിയർ ഐബ്രോസ്. അല്ലാതെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. I don't care what you wear. It's up You to don't you. care what I wear. I'm your No, guest. I don't. LGBTക്ക് വേണ്ടിയിട്ട് വന്ന റിയാസ് ലക്ഷ്മിക്ക് ഫ്രീ PR കൊടുക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. Because I don't talk to people like you in real life. Yeah, even neither do I. അണ്ണാക്കി പഴംപൊരി തിരികെ പോലത്തെ അവസ്ഥയായി പോയി. ആരോടാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാൻ പഠിക്കണ്ടേ? എന്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്ന് ഞാൻ റിയാസ് 2 ഊക്ക് കൊടുത്ത കാരണം ലക്ഷ്മിക്ക് ഡബിൾ വോട്ട് കിട്ടിയ അവസ്ഥ. എതുക്കിടാ എതുക്ക് ഇപ്പിടി പണ്ടേ ഇവന്മാരെ പോലുള്ളവരാണ് ഈ കമ്മ്യൂണിറ്റിക്ക് ഇത്രയും ഊക്ക് മേടിച്ചു കൊടുക്കുന്നത്. അനീഷ് എന്ന് പറയുന്ന അലാറം പോലെയാണ്. ബ്രദർ പ്ലേറ്റ് വാഷ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞത് തന്നെ 150 പ്രാവശ്യം പറയുന്ന ഒരു ടാറ്റിക്സ് ആണ് അനീഷ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. വലിച്ചെറിഞ്ഞതിനുള്ള സമ്മാനമായിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുത്തേക്കും. തീർച്ചയായിട്ടും. അക്ബർ വലിച്ചെറിഞ്ഞു. എന്താണ് വലിച്ചെറിഞ്ഞത്? ഒന്ന് തുറന്നു നോക്കിക്കോളൂ. എന്താണ്? അക്ബർക്കൊക്കെ റിഗ്രറ്റ് ആയിട്ടുണ്ടാവും. ഇതിൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മമ്മൂക്കയുടെ ഫോട്ടോസുള്ള ഷർട്ടാണ് ലാലേട്ടൻ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമേ കാണുള്ളൂ ഗൈസ്. രീതിയിലാണ് വളരെ ഞാനത് പറയില്ല. ഞാൻ ഈ ബിഗ് ബോസ് കുറച്ചൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ സഹിച്ചിവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ ഇത് പോരാ. ശരിക്കും സഹികെട്ട് നമ്മളൊക്കെ വീട്ടിൽ പോകും. അതൊന്ന് ആര്യൻ്റെ കൊടുക്കും. എല്ലാരും നോക്കി പ്രാഗും. ആയിക്കോട്ടെ, അത് വാങ്ങിക്കോ. പ്ലാച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ പാവയാണ് ചർച്ചാ വിഷയം. എന്താണ് അതിനെ തലകുത്തനെയൊക്കെ കെട്ടിത്തൂക്കി? അതിനോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കോ. എന്താ പേടിയാണോ പാവേ? എന്താ കാര്യം? ഇതെടുത്തിട്ടേ ഒരു മന്ത്രം പറയും നമ്മൾ നോക്കിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല. നോക്കി മന്ത്രം പറയും. ഞാനിപ്പോ ഇങ്ങോട്ട് പോകണമെങ്കിൽ മന്ത്രം എന്താണെന്നറിയില്ല. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടി വിചാരിച്ചിട്ട് എനിക്കിപ്പോ ഒരു നെഗറ്റീവ് സാധനമാണ്. എടാ ഇത് എന്ത് ബിഗ് ബോസ് ആണ് ഇത്? 2025 അല്ലേ? ഇതിപ്പോ എന്താണെന്നറിയോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഇതിനെ കാണിക്കുന്നത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് ഞാൻ കൊടുത്തോട്ടെ അനുമോൾക്ക്. ഇതെന്താ ഇമാതിരി അന്ധവിശ്വാസികളൊക്കെ ഉണ്ട് ഇവിടെ. വൻ പുരോഗമനൊക്കെ പറയുന്നവന്മാരാ. ഒരു പാവേനെ കൈ കൊടുത്തപ്പോഴത്തേക്ക് 1970 എത്തിപ്പോയി. ബിഗ് ബോസ് പറഞ്ഞതിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി.
ചേർത്ത് കുത്തതിന് എന്നെ ചപ്പാത്തി കള്ളിന്ന് അനുമോൾ, ഇത് ഓഡിഷൻ അല്ല, ബിഗ് ബോസ് ഷോ ആണ്. ബിഗ് ബോസിന്റെ പ്രത്യേകത, നമ്മൾ ഇന്ന് പൊക്കി പിടിക്കുന്നവന്മാർക്ക് നാളെ ഊക്ക് കിട്ടും. നാളെ ഊക്ക് കിട്ടുന്നവൻ മറ്റന്നാൾ സ്റ്റാർ ആവും. മറ്റന്നാൾ സ്റ്റാർ ആകുന്ന പിന്നെ ഊക്ക് മേടിക്കും. ഇത് ലാസ്റ്റ് ആർക്ക് കിട്ടുന്നത് കണ്ടറിയണം. കള്ളും കുടിച്ച് ഒളിവിലാണ്ട് വന്ന് ഭാര്യനെ തല്ലേണ്ട രീതിയിൽ ഡിവോഴ്സായി. അപ്പൊ അത് ആരെ ഭാഗത്ത തെറ്റ്? മദ്യപിച്ച് വരുന്ന ഒരാള് തല്ലി, ആ തല്ല് അംഗീകരിച്ച് ആ സ്ത്രീക്ക് പോവാൻ അനീഷ് സാർ, എന്നെ സാർ சொல்றേ. മദ്യപിച്ച് വരുന്ന ഒരാള് തല്ലി, ആ തല്ല് അംഗീകരിച്ച്, അതെ, മദ്യപിച്ച് വന്നിട്ട് ഭാര്യനെ തല്ലുമ്പോൾ ആ തല്ലിനൊരു അംഗീകാരം കൊടുക്കാം. ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തിട്ട് അംഗീകരിക്കാം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈ ചങ്ങാതി 5 സ്റ്റാറിന്റെ പരസ്യത്തിനായി വന്നതാണെന്ന് എത്ര പേർക്ക് അറിയാം. സാബുമോൻ വരുന്നു, ആദ്യത്തെ കുറെ എപ്പിസോഡുകളിൽ ചിരി മാത്രം പടർത്തുന്നു. പക്ഷെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട 2 പേർ അവന് മുമ്പേ ഔട്ടായി. ദിസ് ഇസ് ബിഗ് ബോസ്. അതാ ഷിയാസ് കരീം എന്റെ അടുത്ത്. എന്തോ നീ എന്താ കാണിക്കുന്നത്? പ്ലാച്ചി evicted successfully. പ്ലാച്ചി മടയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. പ്ലാച്ചി ഉണ്ട്, പ്ലാച്ചി പോയ പോക്ക്. എനിക്കറിയില്ല, ചിലർക്ക് പാവൊക്കെ ഭയങ്കര ഇമോഷൻ ആയിരിക്കേ. പ്ലാച്ചിയുടെ ഉണ്ട പോരാടുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകുന്ന വിറ്റാമിൻ ആ ഡോക്ടർ പറയും. ഡോക്ടറാണ്, ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം പറയുന്നത്. ഡോക്ടർ അന്ന് ലീവായിരുന്നു, അതായിരിക്കും. മണ്ടൻ എന്ത് മണ്ടൻ എന്ത് മണ്ടൻ അറിയോ? അതിന്റെ അർത്ഥം അറിയോ? ഇയാൾക്കറിയില്ലെങ്കിൽ പോയ ഡിക്ഷണറിയിലോ അറിയോ? ഇല്ല, അറിയില്ല. ഇല്ല, മണ്ട മുന്നിൽ നിൽക്കല്ലേ. ചെറിയ ചോദ്യമാണ്, മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? അതെനിക്ക് അറിഞ്ഞൂടാ. വിഗതകുമാരൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം? ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാർ. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓ ആരാന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. തമ്പുരാൻ. അംഗീകാരം ലഭിച്ച നോളജ് ഈസ് പവർ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സീനായിപ്പോയി. അത് നമ്മൾ പലരും മണ്ടൻ വിളിക്കും, പക്ഷെ അവരവരുടെ ഫീൽഡിൽ പുലിയായിരിക്കും. തലപ്പനെന്ന് വിചാരം, എന്നാൽ ഒതുക്കാൻ ആവശ്യം വെറും ആലു പൊറോട്ട. അക്ബർ. സേഫ് കളിച്ച് മുന്നോട്ട് പോകുന്ന കാപ്പിക്കള്ളി ജിസേൻ. സാരിത്തുമ്പിൽ തൂങ്ങി നടക്കും പാൽക്കുപ്പി, AKA കുന്നംകുളം രൺബീർ. ഉണ്ണിവേറ് കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം അല്ലേ? നിങ്ങളുടെ കക്കൂസിൽ കറയുണ്ടോ? പോയിട്ട് പിന്നെ വരൂ, ഇവിടെ പിന്നെയുണ്ട്. UK-യിൽ നിന്നും വന്നാലും ഗ്രാമവാസിയെ ചിന്തിക്കുന്ന ഒരു കൊലസ്ത്രീ. ഉത്തരത്തിൽ ചത്തിരിക്കും, ചത്താലും ചിരിച്ചിരിക്കും, കിലുകിലിക്കും സാബുമോൻ. ലോകപ്രശസ്ത പൂമ്പാറ്റകൾ നൂതിലമാരുടെ ഒരേ ഒരു ആങ്ങള ഷോനവാസ്. എന്തിനും ഏതിനും സ്ട്രാറ്റജി ഇറക്കും കുത്തിത്തിരിപ്പൻ അഭിലാഷ്. അവരാധ പിറവി കണ്ണൂർക്കാരൻ ഉണ്ടക്കണ്ണൻ ജയ്ഷീൻ. ഊഞ്ഞാലാടും, കറിവെക്കും, ബീൻബാഗിൽ നിന്ന് പേരിറങ്ങും, എന്നാൽ എന്തിനും ഏതിനും കഥയിറക്കും. എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുന്നംകുളം രൺബീർ കപൂർ. ഇതിന് ഈ പുള്ളിക്ക് 2 വോട്ട് ഞാൻ കൊടുക്കും. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ. ഒരു റീല് കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളെ അടുത്ത റീല് കാണുമ്പോൾ നമ്മൾ തന്നെ ഊക്കേണ്ട അവസ്ഥ. ഏതായാലും ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകതയാണിത്. ഒരു റോളർ കോസ്റ്റർ ആണ് ഇമോഷൻസിന്റെ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ആ ലാസ്റ്റ് കപ്പടിക്കുക എന്നുള്ളത് എക്സൈറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇന്നൊരു അതിഥിയാണ്. ഈ സാധനം തിരിച്ചു വന്നോ? ഇനി ഇതെങ്ങനെ അടിക്കോ കപ്പ്? അടിച്ചാലും അത്ഭുതമില്ല. അതാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്.